മാർച്ച് 31 10 ദിവസം മുമ്പ് അടുപ്പിച്ച് ലീവ് എടുക്കാൻ സാധിക്കും. പല വിധത്തിലുള്ള ടാർഗറ്റ്സ്, ഇയർ എൻഡ് ബുക്ക് ക്ലോഷേഴ്സ് എന്ന് വേണ്ട എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് ആ സമയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാമോ, 90% വിദേശികളും അവരുടെ ഇയർ എൻഡ് ആയ ഡിസംബർ 31 മുമ്പ് ഈ ക്രിസ്മസ് ന്യൂ ഇയറിൽ 10 മുതൽ 15 ദിവസം വരെ അടുപ്പിച്ച് അവധി എടുത്തിരിക്കും. ഇതെങ്ങനെ പോസിബിൾ? കഴിഞ്ഞ വർഷം തന്നെ പ്ലാനും ബഡ്ജറ്റും ചെയ്യുമ്പോൾ നവംബർ 30 വരെയും കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് അവരുടെ ബഡ്ജറ്റ്സ് പലതും പ്ലാൻ ചെയ്യുന്നത്. ഡിസംബർ ആകുമ്പോൾ തന്നെ ഇതെല്ലാം ടാർഗറ്റ്സും അച്ചീവ് ചെയ്ത് റെക്കോർഡ്സും കംപ്ലീറ്റ് ചെയ്ത് എല്ലാം സബ്മിറ്റ് ചെയ്ത് വളരെ റിലാക്സ്ഡ് ആയിട്ട് അവർ ഈ 10-15 ദിവസം എൻജോയ് ചെയ്യും. നമുക്കിത് സാധിക്കണമെന്നുണ്ടെങ്കിൽ 31 ഡെഡ് ലൈൻ മാറ്റി മാർച്ച് 15 ആക്കുക ഡെഡ് ലൈൻ. നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ജാനുവരിയിൽ തന്നെ അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് പ്ലാൻസ് സെറ്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്യുക. നിങ്ങളുടെ റിപ്പീറ്റ് കസ്റ്റമേഴ്സും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്നും അടുത്ത വർഷത്തേക്കുള്ള സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന പോലുള്ള നല്ലൊരു മൊമെന്റം ഇപ്പൊ തന്നെ ബിൽഡ് ചെയ്യുക. ക്രിസ്മസും ന്യൂ ഇയറും കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. അപ്പോൾ എൻ്റെയും ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ.